കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചതിന് പിന്നാലെ കേസ് റദ്ദാക്കാൻ ശ്രമം ഊർജിതമാക്കി കത്തോലിക്ക സഭ. ഹൈക്കോടതിയെ സമീപിക്കുന്നത് വിശദമായ കൂടിയാലോചനകൾക്ക് ശേഷം. കന്യാസ്ത്രീകളെ ഡൽഹി രാജറായ് മഠത്തിലേക്ക് മാറ്റി. ബജ്രംഗ് ദൾ നേതാവിനെതിരെ പെൺകുട്ടികൾ ഇന്ന് പരാതി നൽകും. പാർലമെന്റിൽ പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷം. ഇന്നും നാളെയും LDF പ്രതിഷേധം. സർക്കാർ ഗവർണർ പോര് കനക്കുന്നതിനിടെ വീണ്ടും അനുനയ ശ്രമം. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മന്ത്രി ആർ ബിന്ദുവും പി രാജീവും ഗവർണറെ കാണും. സർവകലാശാലകളിലെ സ്ഥിരം VC നിയമനം ചർച്ചയാകും. സർക്കാർ ലിസ്റ്റ് മറികടന്നുള്ള താൽക്കാലിക VC നിയമനത്തിൽ എതിർപ്പറിയിക്കും. പ്രൊഫസർ MK സാനുമാഷിന് കേരളത്തിന്റെ അന്ത്യാഞ്ജലി. രാവിലെ 10 മണി മുതൽ എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനം. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ വൈകിട്ട് എറണാകുളത്തെ രവിപുരം ശ്മശാനത്തിൽ. അതുല്യ പ്രതിഭയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ച പ്രമുഖർ. സിനിമാ നയരൂപീകരണ കോൺക്ലേവിന് ഇന്ന് സമാപനം. സ്ത്രീ സുരക്ഷ, ലിംഗസമത്വം വിഷയങ്ങളിൽ വിശദ ചർച്ച. 2 മാസത്തിനകം സിനിമാ നയം മന്ത്രിസഭയിൽ അവതരിപ്പിക്കാൻ സർക്കാർ. സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുന്നു. മധ്യ കേരളത്തിലെ 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത. ഇടുക്കിയിൽ ഖനന പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം. ഗസയിലെ ഭക്ഷ്യവിതരണ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്നു. ഇതുവരെ കൊല്ലപ്പെട്ടത് ഭക്ഷണം കാത്തുനിന്ന 1800 പേർ. യുദ്ധക്കുറ്റമെന്ന് UN. കൂടുതൽ സഹായം എത്തിക്കണമെന്ന് ഫ്രാൻസും ജർമ്മനിയും. സ്വതന്ത്ര ഫലസ്തീൻ യാഥാർത്ഥ്യമാകും വരെ ചെറുത്തുനിൽപ്പെന്ന് ഹമാസ്. വെടിനിർത്തൽ ആവശ്യപ്പെട്ട് ടെൽ അവീവിൽ വൻ റാലി. ഇന്ത്യക്കെതിരായ 5ാം ടെസ്റ്റിൽ ഇംഗ്ലണ്ടിന് 374 റൺസ് വിജയലക്ഷ്യം. 2ാം ഇന്നിംഗ്സിൽ ഇന്ത്യ 396 റൺസിന് പുറത്ത്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ടിന് 1 വിക്കറ്റ് നഷ്ടത്തിൽ 50 റൺസ്.